കൊളാർക്സ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിന്റെ ജോയിനിങ് ബട്ടൺ എനേബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ മെന്റർഷിപ്പ് അതുപോലെ തന്നെ പേഴ്സണലൈസ്ഡ് അറ്റൻഷൻ ഒക്കെ വേണ്ടവർക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുന്നവർക്ക് ബെനിഫിറ്റ്സ് ഒരുപാടുണ്ട്. ഒന്ന് ഡയറക്റ്റ് കോൺടാക്ട് ആണ്. യു ക്യാൻ കോൺടാക്ട് മീ അറ്റ് എനി ടൈം. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. നമ്മളൊരു നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് വേണ്ടി അതായത് ഈ മെമ്പേഴ്സ് ഓൺലി ടെസ്റ്റ് സീരീസ് നടത്തുന്നുണ്ട്. അതായത് കുറെ മൈക്രോ ടെസ്റ്റുകൾ 10 മൈക്രോ ടെസ്റ്റുകൾ നടത്തും. അത് ടോപ്പിക് സ്പെസിഫിക് ആയിരിക്കും. അതിലൊരു 20-25 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഓരോ മൈക്രോ ടെസ്റ്റിൽ. ഇത് പേപ്പർ 1, 2, 3, 4 ഇത് മൂന്നിനും സെപ്പറേറ്റ് ആയിരിക്കും. പിന്നെ ഒരു 5 മൈക്രോ ടെസ്റ്റ് കഴിയുമ്പോൾ ഒരു മിഡ് ടെസ്റ്റ് നടത്തും. അതിൽ 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ടുവേഴ്സ് ദി എൻഡ് നമ്മൾ 3 ഫുൾ ടെസ്റ്റ് നടത്തും. ഓക്കെ, ഇത്രയും ആവുമ്പോഴേക്കും നിങ്ങൾ ഫുൾ ടോപ്പിക് കവർ ചെയ്തിട്ടുണ്ടാവും. ഫുൾ തറവാവും. നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഈ മെമ്പേഴ്സ് ഉള്ളി വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അതുപോലെ തന്നെ വീഡിയോ ഈ ലൈവ് ചാറ്റ് ഓൺ ആവും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സണലൈസ്ഡ് അറ്റൻഷൻ വേണം എന്നുള്ളവർ പ്ലീസ് ജോയിൻ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട കുറെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പാരാ ഡാഷ് ഓഫ് ദി മാനുവൽ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ചേഞ്ചസ് ഇൻ ദ ലാൻഡ് ഷാൽ നോട്ട് ബി മെയ്ഡ് ഇൻ ദ സെറ്റിൽമെന്റ് രജിസ്റ്റർ ഓർ BTR. നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് ഈ സെറ്റിൽമെന്റ് രജിസ്റ്ററിലോ BTRലോ നമ്മൾ അതിൽ പിന്നീട് വരുന്ന ഈ ലാൻഡിൽ പിന്നീട് വരുന്ന മാറ്റങ്ങൾ ഈ രജിസ്റ്ററിൽ മാറ്റം വരുത്താൻ പാടില്ല അത് എന്ന് നിഷ്കർഷിക്കുന്ന ഖണ്ഡിക ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. A 341, B 282, C 213, D 222. നമുക്കറിയാം ഇത് നമ്മുടെ മാനുവലിലെ ഖണ്ഡിക 282 പറയുന്നത് ഈ സ്ഥിരം രജിസ്റ്ററുകളിലും മാറ്റം വരുത്താൻ പാടില്ല. ഓക്കെ, അതായത് സെറ്റിൽമെന്റ് രജിസ്റ്ററിലോ അടിസ്ഥാന ഭൂനികുതി രജിസ്റ്ററിലോ യാതൊരു മാറ്റങ്ങളും വരുത്താൻ പാടില്ല. ഇത്തരം മാറ്റങ്ങൾ പിന്നീട് വരുന്ന കാലോചിതമായ മാറ്റങ്ങൾ നമ്മൾ അനുബന്ധ രജിസ്റ്ററുകളിൽ മാത്രമാണ് രേഖപ്പെടുത്തേണ്ടത്. ഓക്കെ, അടുത്ത നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെക്ഷൻസ് ഓഫ് ദി ലാൻഡ് ടാക്സ് ആക്ട് ഡീൽസ് വിത്ത് ദി പ്രൊവിഷണൽ അസസ്മെന്റ് ഓഫ് ബേസിക് ടാക്സ് ഇൻ ദ കേസ് ഓഫ് അൺസർവേഡ് ലാൻഡ്? ഇപ്പൊ അൺസർവേഡ് ലാൻഡിൽ പോലും നമുക്ക് ടാക്സ് ഇമ്പോസ് ചെയ്യാൻ പറ്റും ടെമ്പററി ആയിട്ട്. ഓക്കെ, പ്രൊവിഷണൽ ആയിട്ട്. അത് ഈ ലാൻഡ് ടാക്സ് ആക്ടിന്റെ ഏത് സെക്ഷനിലാണ് പറയുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 6, ഓപ്ഷൻ ബി 7, ഓപ്ഷൻ സി 8, ഓപ്ഷൻ ഡി 10. ഓക്കെ, നമുക്ക് ഈ ഖണ്ഡിക 62 ഇത് പറയുന്നത്. അതിലെ രണ്ടാമത്തെ ലൈനിൽ അതിന്റെ ആൻസർ ഉണ്ട്. ഓക്കെ, ഇത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, സെക്ഷൻ 7 ഇത്തരത്തിലുള്ള ഒരു പ്രൊവിഷൻ ഉള്ളത്. ഇതിന്റെ അസസ് ചെയ്യുന്നത്, അതായത് ഈ ഇങ്ങനെ അസസ് ചെയ്യുന്നത് അൺസർവേഡ് ലാൻഡിൽ ലാൻഡ് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത് തഹസിൽദാരാണ്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. ബേസിക് ടാക്സ് കളക്ഷൻ ഈസ് ഗവേൺഡ് ബൈ. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായി കാണും. ഓപ്ഷൻ എ ബേസിക് ടാക്സ് ആക്ട്, ഓപ്ഷൻ ബി പ്ലാന്റേഷൻ ടാക്സ് ആക്ട്, ഓപ്ഷൻ സി ലാൻഡ് ടാക്സ് ആക്ട്, ഓപ്ഷൻ ഡി റവന്യൂ റിക്കവറി ആക്ട്. താഴെ പറയുന്നതിൽ ഏത് ആക്ട് ഉപയോഗിച്ചാണ് നമ്മൾ ബേസിക് ടാക്സ് പിരിക്കുന്നത് എന്നാണ് ചോദ്യം. അത് നമുക്കറിയാം, ഓപ്ഷൻ സി ലാൻഡ് ടാക്സ് ആക്ട്. ഓക്കെ, നിങ്ങൾ ആദ്യം തന്നെ ബേസിക് ടാക്സ് ആക്ട് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, മേളിൽ കിടപ്പുണ്ട്. അതല്ല, ലാൻഡ് ടാക്സ് ആക്ട് പ്രകാരമാണ് നമ്മൾ ബേസിക് ടാക്സ് കളക്ഷൻ നടത്തുന്നത്. ഓക്കെ, ഓപ്ഷൻ എ കണ്ടിട്ട് അത് നിങ്ങൾ മാർക്ക് ചെയ്തത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത നമുക്ക് നാലാമത്തെ ചോദ്യം നോക്കാം. ഹു ഈസ് ഓതറൈസ്ഡ് ടു റൈറ്റ് ഓഫ് ദി ലാൻഡ് ടാക്സ് ഇൻ റെസ്പെക്ട് ഓഫ് ലാൻഡ് റിലിംഗ്വിഷ്ഡ്? ഓക്കെ, അതായത് ഈ റിലിംഗ്വിഷ് ചെയ്യുന്ന ലാൻഡിന്റെ ഈ ലാൻഡ് ടാക്സ് റൈറ്റ് ഓഫ് ചെയ്യുന്നത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ തഹസിൽദാർ, ഓപ്ഷൻ ബി ഡിസ്ട്രിക്ട് കളക്ടർ, ഓപ്ഷൻ സി RDO, ഓപ്ഷൻ ഡി ഗവൺമെന്റ്. നമുക്കറിയാം തഹസിൽദാരാണ് ഇത്തരം ഇത് റൈറ്റ് ഓഫ് ചെയ്യുന്നതെന്നറിയാം. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത അഞ്ചാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ റെലവന്റ് പാര ഓഫ് LR മാനുവൽ വോളിയം 6 റിഗാർഡിംഗ് ദ വെസ്റ്റിംഗ് ഓഫ് ദ പവർ ഓഫ് ഫിക്സേഷൻ ഓഫ് ലാൻഡ് ടാക്സ് വിത്ത് ദി തഹസിൽദാർ? ഓക്കെ, ഈ താഴെ പറയുന്ന ഏത് ഖണ്ഡികയിലാണ് ഈ ലാൻഡ് ടാക്സ് ഫിക്സ് ചെയ്യാനുള്ള അധികാരം തഹസിൽദാർക്കാണ് എന്നുള്ളത് പറയുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 61, ഖണ്ഡിക 61, ഓപ്ഷൻ ബി ഖണ്ഡിക 62, ഓപ്ഷൻ സി ഖണ്ഡിക 72, ഓപ്ഷൻ ഡി ഖണ്ഡിക 74. നമുക്കറിയാം പാര 62 അത്തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നമുക്ക് ഇനി ആറാമത്തെ ചോദ്യം നോക്കാം. ഇൻട്രൊഡക്ഷൻ ഓഫ് ബേസിക് ടാക്സ് വാസ് വിത്തിൻ ദി എനാക്ട്മെന്റ് ഓഫ്. ഓക്കെ, ഓപ്ഷൻ എ
TR rules. Option B, revenue settlement. Option C, land tax act. Option D, resurvey. ഈ ബേസിക് ടാക്സ് എന്ത് പ്രകാരമാണ്, ഏത് നിയമപ്രകാരമാണ് വന്നിട്ടുള്ളതെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ, ലാൻഡ് ടാക്സ് ആക്ട്. ഓക്കെ, ഇനി നമുക്ക് ഏഴാമത്തെ ചോദ്യം നോക്കാം. ഡാഷ് ഈസ് ദ ടാക്സ് ഓർ പാർട്ട് ഓഫ് ദ ടാക്സ് എക്സംപ്റ്റഡ് ടു പേ ബൈ ദി ലാൻഡ് ഓണർ. താഴെ പറയുന്നതിൽ ഏത് ടാക്സ് ആണ് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ഒന്ന് എ ലെസ് ടാക്സ്, ബി എക്സ്പെൻസ്, സി കരത്തിൽ ചെലവ്, ഡി റവന്യൂ മാനുവൽ. ഇവിടെ നമുക്ക് ഇങ്ങനൊരു ചോദ്യം വന്നാൽ, ഇങ്ങനൊരു ചോദ്യം സ്ഥിരം ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ കരത്തിൽ ചെലവ് എന്ന് പറയുന്ന ഒരു സാധനം, അതാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യേണ്ടത്. ആൻസർ സി ഈസ് ദി കറക്റ്റ് ആൻസർ. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. എട്ടാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലാൻഡ് ടാക്സ്. താഴെ പറയുന്ന ഒരു ലാൻഡ് ടാക്സ് അല്ലാത്ത ഏതെന്നാണ് ചോദ്യം. എ ബേസിക് ടാക്സ്, ബി പർച്ചേസ് പ്രൈസ്, സി സഞ്ചയം, ഡി LROBT. ഓക്കെ, താഴെ പറയുന്നതിൽ പർച്ചേസ് പ്രൈസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത നമുക്ക് ഒമ്പതാമത്തെ ചോദ്യം നോക്കാം. റീസൺ ഫോർ റെമിഷൻ ബാർ റൈറ്റ് ഓഫ് ഈസ് ഷോൺ ഇൻ ദി കോളം നമ്പർ ഡാഷ് ഓഫ് റെമിഷൻ ഓർ റൈറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇത് നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് അനുബന്ധമുണ്ട്. അനുബന്ധത്തിലേക്ക് നിങ്ങൾ നേരെ പോവുക. അവിടെ കുറെ ഫോംസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ഫോംസ് എടുത്താൽ മതി. അവിടെ റെമിഷൻ ബാർ റൈറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോം ഉണ്ട്. അതിന്റെ കോളം 8 ഇതിന്റെ റീസൺ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ നേരെ അനുബന്ധത്തിൽ പോയി അതിന്റെ കൺസേൺഡ് ഫോം എടുത്ത് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. ഓക്കെ, ഇവിടെ എ ആണ് കറക്റ്റ് ആൻസർ. ഇവിടുത്തെ ഓപ്ഷൻ എ എന്ന് പറഞ്ഞ 8, ബി എന്ന് പറഞ്ഞ കോളം 9, സി കോളം 11, ഡി കോളം 7. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത നമുക്ക് 10ാമത്തെ ചോദ്യം നോക്കാം. ബേസിക് ടാക്സ് കളക്ഷൻ ഈസ് റെമിറ്റഡ് അണ്ടർ ദി ഹെഡ് ഓഫ് അക്കൗണ്ട്. ഓക്കെ, ഇതിന്റെ ഡാറ്റ നമ്മൾ ഇപ്പൊ പഠിക്കുന്നില്ലേ, ഇത് 61, 62, 63, 64 പാരഗ്രാഫിലാണുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ നോക്കുന്നത്. അപ്പോ ഈ ഡാറ്റ ആ ഖണ്ഡികയിലില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഈ ഓപ്ഷനാണ് മിക്കവാറും എല്ലാ പരീക്ഷയിലും അവർ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നോക്കൂ, 002900 എന്ന് പറയുന്നത് എല്ലാത്തിലും കോമൺ ആണ്. ബാക്കി അവസാനത്തെ 2 പാർട്ടാണ് ഇതിൽ മാറ്റം വരുന്നത്. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 101-99 ആണ് കറക്റ്റ് ആൻസർ. ആ 101/99 എന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. ഓർത്തു വെക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ലാൻഡ് റവന്യൂ മാനുവൽ ഉണ്ടല്ലോ, നമ്മുടെ ബുക്ക്, ആ രജിസ്റ്റർ, അതിൽ എവിടെയെങ്കിലും നിങ്ങൾ ജസ്റ്റ് 101-99 എന്ന് നിങ്ങൾ ജസ്റ്റ് പെൻസിൽ കൊണ്ട് നിങ്ങൾക്ക് മാത്രം കാണാവുന്ന തരത്തിൽ മാർക്ക് ചെയ്ത് വെക്കുക. ഈ ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ അത് ജസ്റ്റ് നോക്കുക, ആൻസർ ചെയ്യുക. ഓക്കെ, മറ്റുള്ളവർ കാണാത്ത രീതിയിൽ, ആരും എക്സാമിനർ പോലും കാണാത്ത രീതിയിൽ വേണം നിങ്ങൾ ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കാൻ. ഓക്കെ, അടുത്ത നമുക്ക് 11ാമത്തെ ചോദ്യം നോക്കാം. ബേസിക് ടാക്സ് ഈസ് ലെവീഡ് ഫ്രം ദി. അതായത് ബേസിക് ടാക്സ് ആരിൽ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിൽ നമ്മൾ ഓപ്ഷൻ പട്ടാദാർ, ബി വെൻഡർ, സി ലസി, ഡി ലെസർ. ഇതിൽ നമുക്കറിയാം പാട്ട ഉള്ള ആളിന്റെ കയ്യിൽ നിന്നാണ്, കറക്റ്റ് ഓണറിന്റെ കയ്യിൽ നിന്നാണ് നമ്മൾ ബേസിക് ടാക്സ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത നമുക്ക് 12ാമത്തെ ചോദ്യം നോക്കാം. On which among the following lands is the land tax bar basic tax shall be assessed? The land vested with LSGS, land of the state of PSUs, land acquired by LSGS and land of central PSU. ഇത് നിങ്ങളുടെ നമ്മുടെ ലാൻഡ് റവന്യൂ മാനുവലിന്റെ വോളിയം 6 നമ്മുടെ ബുക്കിന്റെ പാര 61 അതിന്റെ സബ് ക്ലോസ് 2 എടുത്ത് നോക്കൂ. ഓക്കെ, അവിടെ നമ്മൾ കുറെ ഇതുപോലെ ലാൻഡ് ടാക്സ് ഇമ്പോസ് ചെയ്യേണ്ട ഭൂമിയെ പറ്റി കൊടുത്തിട്ടുണ്ട്. KSRTC, അതുപോലെ തന്നെ ബെവറേജ് കോർപ്പറേഷൻ, അങ്ങനെയുള്ള കുറെ പേരുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ LSTD ഡിപ്പാർട്ട്മെന്റ് അവരുടെ ഓൺ ഭൂമിയല്ല, അവർ പിന്നീട് അക്വയർ ചെയ്യുന്ന ഭൂമി, അതിന് ലാൻഡ് ടാക്സ് ഇമ്പോസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ലാൻഡ് അക്വയർഡ് ബൈ LSGS. ഓക്കെ, ഇനി നമുക്ക് 13ാമത്തെ ചോദ്യം നോക്കാം. ദ പീനൽ ഇൻട്രസ്റ്റ് ഓഫ് ദ ലാൻഡ് ടാക്സ് ഈസ്. ഓക്കെ, എ 6%, ബി 12%, സി 9%,
അതുപോലെ തന്നെ ഡി 18%. നമുക്കറിയാം ഇത് 9% ഇതിന്റെ പീനൽ ഇൻട്രസ്റ്റ്. ഓക്കെ, അടുത്ത നമുക്ക് 14ാമത്തെ ചോദ്യം നോക്കാം. ഇൻ എ ഫൈനാൻഷ്യൽ ഇയർ ദ ലാൻഡ് ടാക്സ് ക്യാൻ ബി കളക്ടഡ് ഫ്രം എ ലാൻഡ് ഹോൾഡർ ഡാഷ് ടൈംസ്. നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് ഈ ലാൻഡ് ഹോൾഡറിന്റെ കയ്യിൽ നിന്ന് എത്ര തവണ കരം ഈടാക്കാം എന്നുള്ളതാണ് ചോദ്യം. എ 2 times, ബി 4 times, സി 1 time, ഡി എനി നമ്പർ ഓഫ് ടൈംസ്. ഓക്കെ, അത് നമുക്ക് ഒരാൾ കൊണ്ട് നമുക്കറിയാം നമ്മുടെ വില്ലേജിൽ ഒരാൾ കരമടയ്ക്കാൻ വന്നാൽ നമ്മൾ 1 വർഷം മാത്രമല്ലേ അടച്ചു കൊടുക്കൂ, അല്ലാതെ വരുന്ന എല്ലാ സമയവും നമ്മൾ അടച്ചു കൊടുക്കാറില്ലല്ലോ. അപ്പം ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ, 1 time. ഓക്കെ, അടുത്ത നമുക്ക് 15ാമത്തെ ചോദ്യം നോക്കാം. ഇഫ് ദ വില്ലേജ് ഓഫീസർ ഫൈൻഡ്സ് ദാറ്റ് എ സർട്ടൻ ടാക്സ് cannot be recovered from defaulters, he has to submit recommendations for tax exemption to A. District Collector, B. Land Revenue Commissioner, C. Revenue Divisional Officer, D. Tahsildar. Okay, ഇവിടെ കറക്റ്റ് ആൻസർ ഡി തഹസിൽദാർ ആണ്. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത നമുക്ക് 16ാമത്തെ ചോദ്യം നോക്കാം. LROBT സ്റ്റാൻഡ്സ് ഫോർ. LROBT എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ ഒരു ചുരുക്കപ്പേരാണ് LROBT. എന്താണെന്നാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ലാൻഡ് റവന്യൂ അതർ ദാൻ ബേസിക് ടാക്സ് ആണ് ഈ LROBT എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക, LROBT എന്ന് പറഞ്ഞാൽ ലാൻഡ് റവന്യൂ അതർ ദാൻ ബേസിക് ടാക്സ്. ഇവിടെ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് 17ാമത്തെ ചോദ്യം നോക്കാം. The settlement scheme of classification of lands for the purpose of tax fixation became irrelevant since the introduction of. Okay, നമുക്കറിയാം ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബേസിക് ടാക്സ് ആണ്. ബേസിക് ടാക്സ് വന്നതിന് ശേഷം ബാക്കിയുള്ള അതിന് മുമ്പുള്ള ലാൻഡ് റവന്യൂ സെറ്റിൽ മറ്റ് തരത്തിലുള്ള സംഭവങ്ങളെല്ലാം ഇറലവന്റ് ആയി പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത നമുക്ക് 18ാമത്തെ ചോദ്യം നോക്കാം. ദ രജിസ്റ്റർ കെപ്റ്റ് ഇൻ എവറി വില്ലേജ് ദാറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ഗവൺമെന്റ് ലാൻഡ് ഈസ്. അതായത് ഓപ്ഷൻ എ റവന്യൂ രജിസ്റ്റർ, ഓപ്ഷൻ ബി ബേസിക് ടാക്സ് രജിസ്റ്റർ, ഓപ്ഷൻ സി സെറ്റിൽമെന്റ് രജിസ്റ്റർ, ഓപ്ഷൻ ഡി ലാൻഡ് റവന്യൂ രജിസ്റ്റർ. നമുക്കറിയാം ബേസിക് ടാക്സ് രജിസ്റ്റർ ആണ് ആൻസർ. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത നമുക്ക് 19ാമത്തെ ചോദ്യം നോക്കാം. ഡോക്യുമെന്റ് ഇഷ്യൂഡ് ബൈ ദ ഗവൺമെന്റ് ടു റെഗുലറൈസ് കാർഡമം കൾട്ടിവേഷൻ ഓൺ ഗവൺമെന്റ് ലാൻഡ് ഈസ് ടേംഡ് as. അതായത് ഒരു ഗവൺമെന്റ് ലാൻഡ് നമ്മൾ കാർഡമം കൾട്ടിവേഷന് വേണ്ടി നമ്മൾ അലോട്ട് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക പേരാണ് പറയുന്നത്. അത് എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കാർഡമം സെറ്റിൽമെന്റ്, ഓപ്ഷൻ ബി കാർഡമം അസൈൻമെന്റ്, ഓപ്ഷൻ സി കാർഡമം റിസർവ്, ഓപ്ഷൻ ഡി കാർഡമം ട്രാൻസ്ഫർ. നമുക്കറിയാം കാർഡമം സെറ്റിൽമെന്റ് എന്നാണ് പറയുന്നത്. അത് 20 yearsനാണ് കൊടുക്കുന്നത്. കാരണം എന്താ? കാരണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം നമ്മൾ ഈ ഒരു കാർഡമം ചെടി, നമ്മുടെ ഏലച്ചെടി നടുകയാണെങ്കിൽ അതൊരു 15 വർഷമാണ് അതിന്റെ ആയുസ്. ഓക്കെ, 15 വർഷം അത് ഈൽഡ് തരും. മൂന്നാമത്തെ വർഷം മുതൽ കായ്ച്ചു തുടങ്ങും. ഒരു 15 വർഷം അത് നമുക്ക് ഈൽഡ് തരും. പക്ഷേ ചെടികൾ കംപ്ലീറ്റ് നശിക്കുന്നതിന് ഒരു 20 years എടുക്കും. ദ ലൈഫ് ഓഫ് ദി കാർഡമം പ്ലാന്റ് ഈസ് 15 years, ബട്ട് ഇത് കംപ്ലീറ്റ് നശിച്ചു പോകാൻ 20 years എടുക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവർക്ക് കാർഡമം സെറ്റിൽമെന്റ്, നമ്മൾ ഈ ലീസിന് ലാൻഡ് കൊടുക്കുമ്പോൾ, ഗവൺമെന്റ് ഭൂമി കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 20 yearsന് ഇവർക്ക് കൊടുക്കും. ഓക്കെ, അത് കഴിഞ്ഞ് വീണ്ടും 20 yearsന് ഇവർക്ക് നമ്മൾ ഇങ്ങനെ റിന്യൂ ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അതിന് നമ്മൾ പറയുന്നത് കാർഡമം സെറ്റിൽമെന്റ് എന്നാണ്. ഓക്കെ, ഇടുക്കിയിൽ ഒരു കാർഡമം സെറ്റിൽമെന്റ് ഓഫീസ് ഉണ്ട്. ആ ഓഫീസിൽ നിന്ന് ഒറ്റ ഓഫീസേ ഉള്ളൂ അവിടെ. അതിന്റെ ആ ഓഫീസിന്റെ ഹെഡ് എന്ന് പറയുന്നത് ഒരു ഡെപ്യൂട്ടി കളക്ടറാണ്. അദ്ദേഹത്തിനെ പറയുന്നത് കാർഡമം സെറ്റിൽമെന്റ് അസിസ്റ്റന്റ് കാർഡമം സെറ്റിൽമെന്റ് ഓഫീസർ എന്നാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹമാണ് അവിടെയുള്ള ആ കാർഡമം സർക്കാർ ഭൂമിയിൽ കാർഡമം കൃഷി ചെയ്യുന്നതിന് വേണ്ടി കാർഡമം സെറ്റിൽമെന്റ്, അതായത് 20 yearsന് നമ്മുടെ ലാൻഡ് ലീസിന് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് 20ാമത്തെ ചോദ്യം നോക്കാം. എ സിസ്റ്റം that existed in Madras Presidency for revenue administration and fixation and collection of tax. അതായത് പണ്ട് നമ്മുടെ മദ്രാസ് പ്രസിഡൻസിയിൽ, അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് മദ്രാസ് പ്രസിഡൻസിയിൽ നിലനിന്നിരുന്ന ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് ഏതാണെന്നാണ് ചോദ്യം. നമുക്കറിയാം അന്ന് ഉണ്ടായിരുന്നത് റൈറ്റ് വാരി സിസ്റ്റമാണ്. റൈറ്റ് വാരി സിസ്റ്റം എന്നാണ് അതിന് പറയുന്നത്. ഈ സെമീൻദാരി സിസ്റ്റം എന്ന് പറയുന്നത് അന്ന് ഈ പെർമനന്റ് സെറ്റിൽമെന്റ് ആയിട്ട്, അതായത് ബംഗാൾ, ബീഹാർ, ഒറീസ
എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ നിലനിന്നിരുന്നതാണ് സമീന്ദാരി സിസ്റ്റം. അത് കഴിഞ്ഞ് നമ്മുടെ ഈ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു സെപ്പറേറ്റ് സെറ്റിൽമെന്റിനെയാണ് നമ്മൾ മഹൾവാരി എന്ന് പറയുന്നത്. മഹൾവാരി എന്ന് പറഞ്ഞാൽ, മഹൾ എന്ന് പറഞ്ഞാൽ വില്ലേജ് എന്നാണ് അർത്ഥം. അവിടുത്തെ വില്ലേജ് ഹെഡ് ഈ കർഷകരെ ഇന്ന് പൈസ കളക്ട് ചെയ്തിട്ട് വില്ലേജ് ഹെഡ് ആയിരിക്കും ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുന്നത്. ഈ റൈറ്റ് വാരി സിസ്റ്റത്തിൽ നേരെ, അതായത് ഈ കർഷകർ തന്നെ നേരിട്ട് ബ്രിട്ടീഷുകാർക്ക് പൈസ അടയ്ക്കും. പിന്നെ ഈ പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം, അതായത് ബംഗാൾ, ബീഹാർ, ഒറീസ ആ ഭാഗത്തുണ്ടായിരുന്നത് പെർമനന്റ് സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ജമീന്ദാരി സിസ്റ്റമാണ്. അവിടെ ഈ ജമീന്ദാസ് ആണ് ഈ പൈസ കളക്ട് ചെയ്ത് അതിന്റെ ഒരു നിശ്ചിത പെർസെന്റേജ് കമ്മീഷനായിട്ട് അവരെടുത്തിട്ട് ബാക്കി ഇവർക്ക് കൊടുക്കും, ബ്രിട്ടീഷുകാർക്ക് കൊടുക്കും. ഇതാണ് ത്രീ ടൈപ്സ് ഓഫ് ഡിഫറെന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് സിസ്റ്റം. അത് ബ്രിട്ടീഷ് സമയത്തുണ്ടായിരുന്നത്. പിന്നീടാണ് അതൊക്കെ മാറി വന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇപ്പൊ നമ്മൾ ലാൻഡ് ടാക്സുമായിട്ട് ബന്ധപ്പെട്ട മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ പലതവണ കേൾക്കുക. മിക്കവാറും നിങ്ങൾക്ക് ഇത് അറിയായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്താൽ മതി, ഇത് ജസ്റ്റ് നോക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾ ഒരിക്കൽ കണ്ടു കഴിഞ്ഞുവെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് നിങ്ങൾ നമ്മുടെ ലാൻഡ് റവന്യൂ മാനുവൽ വോളിയം 6 കയ്യിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഇത് ജസ്റ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഹെഡ് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്ന ഈ സംഭവം, അത് നിങ്ങൾ എവിടെയെങ്കിലും ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ മതിയാവും. ഈ ലാൻഡ് ടാക്സുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ഇനി ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് കൊളാർസ് അക്കാഡമി.